ചോനെ ഉമ്മത്തിനെ നന്നാക്കണേ റബ്ബേ, നന്നാക്കണേ തമ്പുരാനെ, നന്നാക്കണേ റബ്ബേ. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങൾക്കും അല്ലാഹുവിന്റെ ശർഇന്റെ ഇൽമിനെ സംബന്ധിച്ച് ബോധം വേണം, നല്ല ബോധം വേണം. നബി തങ്ങൾ പറയുമായിരുന്നു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ്, തലാസത്തുൽ ലഹും അജ്റാൻ, 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹു 2 വീതം കൂലി കൊടുക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വിഭാഗം ആളുകൾക്ക് 2 വീതം കൂലിയുണ്ട്, 2 വീതം കൂലിയുണ്ട്. ആ 3-ൽ ഒരാൾ ഒരാളുടെ അടുത്ത് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. നോക്കണം, ഭാര്യയല്ല, ഉമ്മയല്ല, തന്റെ പെൺമക്കളല്ല, ഒരു അടിമ സ്ത്രീ. അടിമ സ്ത്രീക്കൊന്നും വല്ല വില കൊടുക്കൂല. അടിമകളെ കാളകളെ ചന്തയിൽ നിന്ന് വാങ്ങുന്ന പോലെ വാങ്ങപ്പെടുന്ന വിൽക്കപ്പെടുന്ന കാലമാണ്. ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു, അടിമ സ്ത്രീ. നിമിഷങ്ങൾ പറയാണ്, ഉള്ള ഒരാൾ അടിമ സ്ത്രീ. ആ തന്റെ വേലക്കാരിക്ക് അടിമ പെണ്ണിനെ അദബ് പഠിപ്പിച്ചു കൊടുക്കുകയും അച്ചടക്കം നന്നാക്കി കൊടുക്കുകയും ചെയ്തു. അവളെ പഠിപ്പിച്ചു, അവൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. അവൾ മെഡിസിൻ പഠിച്ചിട്ടുണ്ട്, അവൾ BBA-ക്കും MBA-ക്കും പഠിച്ചിട്ടുണ്ട്, അവൾ MCA-ക്ക് പഠിച്ചിട്ടുണ്ട്, അവള് B.Pharm-ന് പഠിച്ചിട്ടുണ്ട്, D.Pharm-ന് പഠിച്ചിട്ടുണ്ട്, മൈക്രോബയോളജി പഠിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിനെ പറ്റി പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്ത ഒരാൾ ആ പെണ്ണിനെ എന്നിട്ട് എഴുത്തുക്ക് ചൊല്ലുകയും മോചനം ചെയ്യുകയും എന്നിട്ട് അവളെ വിവാഹം ചെയ്യുകയും ചെയ്താൽ അയാൾക്ക് 2 പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരടിമ പെണ്ണിനെ അദബ് പഠിപ്പിച്ചാൽ, ഒരടിമ പെണ്ണിന് വിദ്യാഭ്യാസം കൊടുത്താൽ ഇതാണ് കൂലിയെങ്കിൽ, സ്വന്തം ഭാര്യയ്ക്ക്, സ്വന്തം മക്കൾക്ക്, സ്വന്തം ഉമ്മാക്ക്, സ്വന്തം പെങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കുകയും അദബ് പഠിക്കുകയും ചെയ്താൽ കിട്ടുന്ന കൂലി എത്രയാണ്? അങ്ങനെയാണ് ഉലമാഇ ഹദീസിനെ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. അടിമ പെണ്ണിനെ പഠിപ്പിച്ചാൽ ഇത്ര കൂലിയോ? സ്വന്തം മോളെ പഠിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൂലി? നമ്മൾ പറയും, നിങ്ങളുടെ മോൾക്ക് ഇന്നാലിന്ന ആളുമായൊരു അഫെയർ ഉണ്ട് കേട്ടോ, അവന്റെ മൊബൈലിൽ അവളുടെ കോണ്ടാക്ട് കാണുന്നുണ്ട്, അവൻ അയക്കുന്ന മെസ്സേജ് കാണുന്നുണ്ട്, വാട്സപ്പിൽ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ എന്താ നമ്മൾ പറയല്? എന്റെ മോളതൊന്നും ചെയ്യൂല, എന്റെ മോളെ പറ്റി അഭിമാനിയാണ് ഞാൻ, എന്റെ മോളെ അപമാനിക്കാൻ തുനിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഇതാണോ ഒരു വാപ്പ പറയേണ്ടത്? ഇതാണോ ഒരു പെങ്ങള് പറയേണ്ടത്? പെങ്ങളൊരു മറ്റൊരു വിഷയം കേൾക്കുമ്പോ ഇങ്ങനെയാ പറയേണ്ടത്? പിശാച് സ്മാർട്ടല്ലേ? പിശാച് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കണം, സ്മാർട്ടായി പിശാച് അതിലെ കോണ്ടാക്റ്റുകൾ, അതിൽ മനുഷ്യന്മാർ ചെയ്യുന്ന വിക്രിയകൾ, അതിൽ ചെയ്യുന്ന ചില ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് പിടുത്തം കിട്ടാത്ത രീതിയിലൊക്കെ പല ആളുകളുമായി കോണ്ടാക്ട് ചെയ്യുന്നത്, ചില ആളുകളുടെ നമ്പറുകൾ ഹൈജാക്ക് ചെയ്തിട്ട് മറ്റൊരാളിന്റെ നമ്പറിൽ വിളിക്കുന്ന പോലെ ഞാനല്ലല്ലോ. ഇങ്ങനെയൊക്കെ എല്ലാവിധ തിന്മകളും നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുമ്പോഴാണ് സ്വന്തം മോൾക്ക് അദബ് പഠിപ്പിക്കാൻ വാപ്പയെ കൊണ്ടാവുന്നുണ്ടോ? നമ്മൾ ഇഷ്ടം പോലെ ഫീസ് വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. നല്ല ഫീസുള്ള സ്കൂൾ ഏതാ നോക്കുന്നത്? വിദ്യാഭ്യാസം നല്ല ഫീസ്. എന്റെ മോൾ ഏത് സ്കൂളിലാണ്? അവിടെ എത്ര ഫീസ്? ഞാൻ കൊടുക്കണോ, കൊടുക്കുന്നുണ്ടോ ഇല്ലേ? മേന്മ പറയണേ, എന്റെ കുട്ടി പഠിക്കുന്നുണ്ടോ, അവളുടെ ഇൽമ് എന്താണ് നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഇമ്മത്തിന് ബോധം നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഹബീബായ തങ്ങളുടെ മുമ്പിൽ ഒരു പെണ്ണ് വരുന്നു. മുത്തനബിയുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വരുന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നബിയേ, 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 ഞങ്ങളെ മറികടന്നുവല്ലോ ആണുങ്ങൾ. ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും കൂലി ആണുങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ നബിയേ. നമ്മൾ പറയുന്നത് എന്തിനാ ആണ് പെണ്ണൂര്, നമ്മളൊക്കെ ഒന്ന് തന്നെയല്ലേ എന്ന് പറയും. അനന്തരാവകാശം വാപ്പിയമ്മ മരിച്ചുപോയി, ഒരാൾ മയ്യിത്തായി കഴിഞ്ഞാൽ പിന്നെ അള്ളാന്റെ ശരീഅത്ത് വിധിച്ച പോലെയാണ് അവിടെ വിധിക്കേണ്ടത്. വസിയത്തൊക്കെ മാറ്റിവെച്ചാൽ പിന്നെ മീറാത്ത് അള്ളാഹ് വിധിച്ച പോലെ വെക്കണം. അപ്പൊ പറയും നമ്മളൊക്കെ ഒന്ന് തന്നെയല്ലേ.
നമ്മൾ അതിൽ മാത്രം പെണ്ണെ മനസ്സിലാക്കണം. ആണോരി പെണ്ണോരി ആണോഹരി എന്നാണ് പറയുന്നത്. പെണ്ണോഹരി എന്ന് പറയുന്നത് രണ്ട് പെണ്ണിന്റെ അത്ര ഒരു പുരുഷൻ അവകാശമുണ്ട് എന്ന് ശരിയായിട്ട് പറയുമ്പോൾ മാത്രം നമ്മളെ ഒബ്ജക്ഷൻ അത് മനസ്സിലാക്കിയാൽ മതി. എന്തെന്നറിയോ, വാപ്പാന്റെ ഓഹരിയിൽ നിനക്ക് 10,000 കിട്ടുകയാണെങ്കിൽ നിന്റെ ആങ്ങൾക്ക് 20,000 കൊടുക്കണം എന്നാണ് ശറഇന്റെ നിയമം. ഉദാഹരണം പറയാം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, ആ 10,000 നീ വാങ്ങിക്കുന്നത് നിന്റെ പൈസയാണ്, ആർക്കും കൊടുക്കണ്ട. എന്നോട് ആരും ചോദിക്കൂല. നിന്റെ അനിയനോ ജ്യേഷ്ഠനോ വാങ്ങുന്ന 20,000 ആ പൈസയിൽ നിന്നെ സംരക്ഷിക്കാൻ അവന്റെ ബാധ്യതയുണ്ട്. ആ പൈസയിൽ നിന്റെ വാപ്പയെ നിന്റെ ഉമ്മയെ പരിചരിക്കാൻ അവന്റെ ബാധ്യതയുണ്ട്. ആ 20,000 സ്വന്തം ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാൻ അവന് ബാധ്യതയുണ്ട്. ആ 20,000 സ്വന്തം കുഞ്ഞിന്റെ സ്കൂൾ ഫീസ് അടക്കാൻ അവന് ബാധ്യതയുണ്ട്. ആ 20,000 അവന് വീട് വെക്കാൻ ബാധ്യതയുണ്ട്. ചെലവഴിക്കേണ്ടവനാണ്. നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ചെലവഴിച്ചു. അള്ളാന്റെ നീതിയാണ്. നിനക്ക് 10,000 തന്നു, അവൻ അള്ള 10,000 കൊടുത്തു, അവന്റേത് ചെലവഴിച്ചു തീർന്നു, അവനെന്ത് മിച്ചമുണ്ട്? അള്ളാഹുവിന്റെ ഹിക്മത്താണ്. അതുകൊണ്ട് നിന്റെ ഓഹരിയേക്കാൾ ഇരട്ടി അള്ളാഹു നിന്റെ ആങ്ങൾക്ക് കൊടുക്കുന്നു. അതിന് ഒബ്ജക്ഷൻ പറയില്ല. അള്ളാഹ് ശരിയാണ്. മനസ്സിലായില്ലേ? പെണ്ണുങ്ങൾ അവർക്കുള്ളതാണ്, ആണുങ്ങൾ ചെലവഴിക്കാൻ. മുത്തുനബിയോട് വന്ന് പറയുന്നു, നബിയേ ഞങ്ങളെ മറികടന്നുവല്ലോ. പുരുഷന്മാരല്ലോ നബിയെ കൂലി മുഴുവനും കൊണ്ടുപോകുന്നത്, അവരല്ലയോ അങ്ങയിൽ നിന്ന് കേട്ടു പഠിക്കുന്നത്. അങ്ങയുടെ ഒരു ദർസ്, അങ്ങയുടെ ഒരു വഅദ്, അങ്ങയുടെ ഒരു സാരോപദേശം, ഒരു ഖുർആൻ ക്ലാസ്, ഒരു ഹദീസിന്റെ ക്ലാസ്, അല്ലെങ്കിൽ അങ്ങയുടെ ഒരു മൗഇദത്ത്, ഒരു നസീഹത്ത് ഞങ്ങൾക്ക് കേൾക്കാൻ അവസരമില്ലല്ലോ നബിയെ. ഫജ്അൽ ലനാ യൗമാ, ഞങ്ങൾക്കൊരു ദിവസം നിങ്ങൾ മാറ്റിവെക്കണം നബിയെ. ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊരു വഅദ് പറഞ്ഞു തരണം നബിയെ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു വഅദ് വേണം. ആര് പറയാ? സഹാബിയാത്ത് മുത്തുനബിയോട് വന്ന് ചോദിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിനാണ് തുഅല്ലിമുനാ, ഞങ്ങളെ പഠിപ്പിക്കാൻ, തുഹദ്ദിസുനാ, ഞങ്ങൾക്ക് അങ്ങ് ഹദീസ് പറഞ്ഞു തരണം, വതുഫഖിഹുനാ ഫീ ഉമൂരി ദീനിനാ, ഞങ്ങളുടെ ദീന ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നബിയെ ഞങ്ങൾക്കും അവസരം വേണം, ഞങ്ങൾക്കും അവസരം വേണം എന്ന് മുത്തുനബിയോട് വന്ന ഒരു കൂട്ടം പെണ്ണുങ്ങൾ ചെയ്ത അപേക്ഷ. മുത്തുനബി എന്ത് പറഞ്ഞു? മൗഇദുകുന്ന ബൈതു ഫുലാന, ഇന്നാലിന്നവരുടെ വീട്ടിലാണ് നിങ്ങളുടെ സ്ഥലം, ഇതാ ഞാൻ വരാം, നിങ്ങൾക്ക് ഞാൻ വഅദ് പറഞ്ഞു തരാം. ഇന്നാലിന്ന വീട്ടുകാരുടെ വീട്ടിലേക്ക് ഞാൻ വരാം, അവിടെ ഇച്ചിരി സൗകര്യം ഉണ്ടല്ലോ. അങ്ങനെ നബി തങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടി വഅദ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഫകുന്ന യജ്തമിഅന, ആ വീട്ടിലേക്ക് പെണ്ണുങ്ങൾ വരുമായിരുന്നു. വയഅതി അലൈഹി സ്വലാത്തു വസ്സലാം വയുദർരിസുഹുന്ന, നബി തങ്ങൾ അങ്ങോട്ട് വരികയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹ് 5,000 10,000 സ്ക്വയർ ഫീറ്റ് നിങ്ങളുടെ വീടുകൾക്ക് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ, വീടുകളിൽ അയൽപക്കത്തെ പെണ്ണുങ്ങൾക്കോ നിങ്ങളുടെ കുടുംബക്കാർക്കോ വന്നിരിക്കാൻ നിങ്ങളുടെ വീടുകളിൽ റൂമുകൾ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ, ഏതെങ്കിലും ഒരു വഅദ്, ഏതെങ്കിലും ഒരു മസ്അല പഠിക്കാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഒരു മുഅല്ലിമത്ത്, ഒരു മുദർരിസത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മഹ്റമിനെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആലിമിൽ നിന്ന് പഠിക്കാനുള്ള ഒരു അവസരം, ഇൽമിന്റെ ഒരു മജ്ലിസ് നിങ്ങളുടെ വീടുകളിൽ, ഏതെങ്കിലും ഒരു വീടുകളിൽ നിങ്ങൾക്ക് മറ്റെവിടെയും സൗകര്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഇൽമിന്റെ മജ്ലിസുകൾ എപ്പോഴെങ്കിലും നടത്തണം എന്ന് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മുടെ വീടുകളുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണ്ടേ? വലിയ വലിയ റൂമുകളും ഹാളുകളും അല്ലേ? എന്നാൽ അയൽപക്കത്തെ പെണ്ണുങ്ങളൊക്കെ കൂടിയിരുന്ന് നിങ്ങളുടെ ഉമ്മ റിയാദുസ് സ്വാലിഹീൻ എടുത്ത് വെച്ച് അവർക്ക് മസ്അല അവർക്ക് ഹദീസ് ഓതി കൊടുക്കാം. ഉദാഹരണം പറയാം, ഫത്ഹുർ റഹ്മാൻ തഫ്സീറുണ്ട്, ഹാനായ കെബി ഉസ്താദിന്റെ തഫ്സീർ, വളരെ സരളമായ വാക്കുകൾ, ഹാനായ ബഹൗദ്ദീൻ ഉസ്താദ് അവറുകൾ വ്യാഖ്യാനം കൊടുത്ത വളരെ സരളമായ ഫത്ഹുർ റഹ്മാൻ, നല്ല മലയാളം സരളമായ തഫ്സീർ. അത് നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ ഒന്ന് ഓതി, ഒരാൾ അവർക്ക് ഓതി വായിച്ചു കൊടുക്കുന്നു, കേൾക്കുന്നു. നമുക്ക് ചെയ്തുകൂടാ? അതൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ വേറെ പാർട്ടിക്കാരാണെന്ന് പറയാം. നമുക്ക് ഇസ്ലാമികമായ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്നുകൊണ്ട് നമുക്കും ചെയ്തുകൂടെ? നന്മകൾ ചെയ്യേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ പെണ്ണുങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞവിടെ വീടുകളിൽ, സൗകര്യമുള്ള വീടുകളിൽ, മൗഇദുകുന്ന ബൈതു ഫുലാന,
ഇന്നാലിന്നവരുടെ വീട്ടിലാണ് ഞാൻ നിങ്ങൾക്ക് വഅദ് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് മുർസലാണ്. നബി തങ്ങൾ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ബാപ്പയെ പോലെ അല്ലെങ്കിൽ അതിനപ്പുറത്താണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹ നബി തങ്ങൾ പോയി ഇൽമു പറഞ്ഞു കൊടുക്കുമായിരുന്നു. നമ്മുടെ വീടുകളിൽ സൗകര്യമുള്ള വീടുകൾ, മുതലാളിമാർ വലിയ വലിയ വീടുകളൊക്കെ വെക്കുമ്പോ ഇൽമിന്റെയോ ദിക്റിന്റെയോ സ്വലാത്തിന്റെയോ മജ്ലിസുകൾ വീട്ടുകാർക്ക് വേണ്ടി ഇവിടെ വെച്ചു കൊടുത്തുകൂടെ? ചില ചിന്തകൾ നിങ്ങൾക്ക് കൈമാറുകയാണ്. അല്ലാഹു തആല നടപ്പിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത് നാളാവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് വിചാരിക്കും. ഇന്ന് ഇപ്പോഴേ മനസ്സിൽ തീരുമാനിക്കുക. വന്നില്ല ക്ഷണിക്കാൻ അല്ലാഹു പറഞ്ഞു. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. അല്ലാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുക. ഇതിൽ നല്ല രസമുള്ള ആശയമുണ്ട്. ഇതിന്റെ പഴമള്ളൂർക്കിന്നെ വിളിച്ചു വിചാരിക്കും. എന്റെ സുഹൃത്ത് റഹ്മാൻ ഉസ്താദ് പറഞ്ഞു, എന്ത് നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. റഹ്മാൻ ഉസ്താദിനെ ക്ഷണിച്ചു, ദഅവത്ത് ചെയ്തു. ഞാൻ അതിന് ഇജാബത്ത് ചെയ്തു. മറുപടി വന്നു പോയിട്ടോ. നല്ല ഭക്ഷണം അൽഹംദുലില്ലാഹ്. അപ്പോ എന്നെ ക്ഷണിച്ചത് എവിടേക്കാണ് ഇവരെ വിളിച്ചത്? വീട്ടിലേക്കോ റോട്ടിലേക്കോ? വീട്ടിലേക്ക്. നമ്മൾ വിളിക്കൽ അങ്ങനെയല്ലേ? അല്ലാഹ് വിളിച്ചത് റോട്ടിലേക്ക്. അള്ളാന്റെ വഴിയിലേക്ക്. അള്ളാഹ് വിളിക്കുന്നത് സ്വർഗത്തിലേക്ക്. അള്ളാന്റെ ദഅവത്ത് ചെന്നത് എങ്ങോട്ടാ? അള്ളാഹുവിന്റെ വഴിയിലേക്ക്. റോട്ടുകാർക്ക് നമ്മൾ ഇൻവിറ്റേഷൻ കൊടുക്കും. കല്യാണത്തിന് വരണട്ടോ, നമ്മുടെ പാലക്കാട് കോഴിക്കോട് റോട്ടിലേക്ക്. അങ്ങനെ ഉണ്ടോ? ആ റോട്ടിൽ തിരിഞ്ഞു വന്ന് എന്റെ വഴിക്കുള്ള വഴി അങ്ങനെയല്ലേ പറയാ? അള്ളാഹ് വിളിച്ചത് വഴിയിലേക്ക്. നമ്മൾ വിളിക്കുന്നത് ഡെസ്റ്റിനേഷനിലേക്ക്. എന്തേ കാരണം എന്നറിയോ? നമ്മളൊക്കെ ഒരു വഴിയിലാണ്. എല്ലാവരും ഒരു സബീലിലാണ്, സ്വർഗത്തിന്റെ സബീലിലേക്കാണ്. ചില ആളുകൾ അവിടെ എത്തും. ചില ആളുകൾ ടയർ പഞ്ചറാവും. ചിലത് ബൈക്കിന്റെ പെട്രോൾ തീരും. ചിലത് വണ്ടി തന്നെ കേട്ടതിന്റെ കുടുങ്ങിപ്പോകും. ചിലതോടെ മലക്കം പറഞ്ഞിട്ട് താഴേക്ക് വീണ് പോകും. പക്ഷെ ഓടുന്ന സബീലിലൂടെ ഓടുകയാണ്. വിളിക്കാൻ പറഞ്ഞത് അങ്ങനെയാണ്. സ്വർഗത്തേക്ക് പിടിച്ചിട്ട് കൊണ്ടുവരാനൊന്നും കഴിയില്ല. വിളിച്ചു നോക്കി എന്നിട്ട് ഇങ്ങനെ കുറെ നേരം മരിക്കോളം വസ്വാസാക്കാറ്. അതിൽ പേദ ശരി മരിക്കണ തലേന്ന് വരെ തീരുമാനാവൂല. അങ്ങനെ മരിച്ചു. ഇതിൽ ഭേദം ശരി അവരാണോ ഇവരാണോ? അതൊക്കെ നേരത്തെ തീരുമാനിച്ചേക്കാം. അല്ലാഹു നമ്മെ ഇസ്തിഹാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിളിച്ചു നോക്കുക. നിങ്ങളുടെ വീടുകളിൽ നന്മ വരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീടുകളിൽ ഇൽമിന്റെ അഹ്ലുകാര് വേണം. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു വുദു എടുക്കാൻ വേണ്ടി നിന്നു. ഭാര്യയോട് പറഞ്ഞു, കുറച്ച് വുദുവിന് വെള്ളെടുത്ത് വെച്ചു. ഖതാദ റളിയല്ലാഹു അൻഹു മറ്റെവിടേക്കോ നീങ്ങിപ്പോയപ്പോഴേക്കും ഒരു പൂച്ച വന്ന് ആ വെള്ളത്തിൽ തലയിട്ടു. അപ്പോ മഹാനവർ കണ്ടിട്ടില്ല. ഖതാദ റളിയല്ലാഹു അൻഹു മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു വുദു ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് വുദു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മു ഖതാദ സ്വന്തം ഭാര്യ പറഞ്ഞു ഖതാദ തങ്ങളോട്, ഒരു പൂച്ച തലയിട്ട വെള്ളത്തിൽ നിന്ന് നിങ്ങൾ വുദു എടുക്കുകയാണോ എന്ന് ഭാര്യ ചോദിച്ചു. എന്താ വിഷയം എന്നറിയോ? ഭാര്യ അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയം നിരീക്ഷിച്ച് പഠിക്കുന്നവളാണ്. കാരണം ഒരു പൂച്ച തലയിട്ട വെള്ളം ത്വാഹിറാണോ അല്ലയോ എന്ന് ഇവർ പഠിച്ചിട്ടില്ല. പക്ഷെ അത് നിരീക്ഷിച്ചു. ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഒരു പൂച്ച തലയിട്ട വെള്ളം നിങ്ങൾ അതുകൊണ്ട് വുദു ചെയ്യുകയാണോ എന്ന് ചോദിച്ചപ്പോ റളിയല്ലാഹു അൻഹു ഭാര്യയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീഹാ. അല്ലാഹുവിന്റെ റസൂൽ ഈ വിഷയത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു. ഇന്നഹാ ലൈസത് ബിനജിസ്, അത് നജസല്ല. ഇന്നഹാ മിനത് തവാഫീന അലൈക്കും വത്തവാഫാത്ത്. അതൊരു വൃത്തിയുള്ള ജീവിയാണല്ലോ. നിങ്ങളുടെ കിടയിലൂടെ നടക്കുകയും നിങ്ങൾക്കിടയിൽ ജീവിക്കുകയും ചെയ്യുന്ന, നിങ്ങളോടൊപ്പം കഴിയുന്ന വൃത്തിയുള്ള ജീവിയല്ലേ. അതുകൊണ്ട് ഒരു പൂച്ച തലയിട്ടാൽ അത് നജസാകുന്നില്ല, വുദു എടുക്കാൻ പ്രയാസമില്ല എന്ന് സ്വന്തം ഭാര്യയെ പഠിപ്പിച്ചു അബൂ ഖതാദ റളിയല്ലാഹു അൻഹു. നമ്മുടെ മക്കളെ, നമ്മുടെ പെങ്ങളെ, നമ്മുടെ ഉമ്മയെ ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ?
മക്കളെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുമ്പോ, എഴുന്നേറ്റ് വെള്ളം കുടിക്കുമ്പോ, ചായ കുടിക്കുമ്പോ പറയും എനിക്ക് നേരല്ല, എന്റെ വണ്ടി വരാനായി അല്ലെങ്കിൽ ബസ് വരാനായി, ട്രെയിനിന്റെ സമയമായി, ഞാൻ പോവാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വെള്ളം കുടി, എഴുന്നേറ്റ് ചായ കൂടി. കുട്ടികള് സ്കൂളിലെ ബസ്സിന് കാത്തിരിക്കാൻ, എഴുന്നേറ്റ് കുടിക്കാൻ, എഴുന്നേറ്റ് കഴിക്കാൻ പറയാറുണ്ട്. കുഞ്ഞെ കസേരണ്ടല്ലോ, സോഫയിലിരുന്നൂടെ, ബെഡിലിരുന്നൂടെ, ചെയറിലിരുന്നൂടെ, നമ്മളെ മക്കളോട് പറയാറുണ്ടോ? എന്തുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങൾ കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരാൾ അങ്ങനെ കുടിച്ചാൽ അയാൾക്ക് കുറ്റമില്ല എന്നും അത് കറാഹത്താണ് എന്നും മസ്അലകൾ അതിനെ വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു. നബി തങ്ങൾ നിന്ന് കുടിക്കല്ലേ എന്ന് പറയുന്നു. നമ്മൾ നിന്ന് കുടിക്കുന്നത് കാണുന്നു, സ്വന്തം വീട്ടിൽ ഇരിക്കാൻ പറയാറുണ്ടോ? കല്യാണത്തിന് ചെന്നിട്ടൊക്കെ ഇടത്തെ കൈയോടൊക്കെ കുടിച്ചിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്. അല്ലെങ്കിൽ കല്യാണത്തിന് വെക്കുന്നത് എന്താ? ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ്. ഡിസ്പോസ് ചെയ്യാൻ പോകുന്ന കുപ്പി എല്ലാത്തിനും കപ്പ് എന്ന് പറയല്ലേ, കുപ്പി എല്ലാത്തിനും ഗ്ലാസ് എന്ന് പറയാം. നമ്മള് കടലാസിനും ഗ്ലാസ് തന്നെ, കടലാസിന് ഗ്ലാസ് എന്ന് പറഞ്ഞൂടെ, കപ്പ് എന്നേ പറയല്ലേ. പ്ലാസ്റ്റിക് കപ്പ് അല്ലെങ്കിൽ പേപ്പർ കപ്പ് എന്നൊക്കെ പറയാം. കപ്പ് 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 അങ്ങനെ പറയാം. അപ്പൊ കപ്പിൽ വെള്ളം കുടിക്കുകയാണ് കല്യാണത്തിനൊക്കെ ചെന്ന്, സൽക്കാരത്തിൽ ചെന്നിട്ട് അത് ഇടത്തെ കൈയുണ്ട്. കാരണം പെപ്സി കുടിക്കുന്ന പരസ്യം നമ്മുടെ പരസ്യം കൊടുക്കുന്നത്. നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളും സിനിമാ താരങ്ങളും ഇടത്തെ കൈ കൊണ്ട് കുടിക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പരസ്യം കാണുമ്പോഴേ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു കുടിക്കുന്നതാ കാണാം. എന്തോ നല്ല സാധനമാണെന്ന് പ്രചരിപ്പിക്കാൻ അങ്ങനെ ഒരു മനുഷ്യന്റെ വയറിനും ശരീരത്തിനും ഉപദ്രവകാരിയായ ഡ്രിങ്ക് അത് കുടിപ്പിക്കാൻ നമുക്ക് പ്രേരണ ഇടത്തെ കൈ കൊണ്ട് കുടിക്കണ പോലെ. ചില പരസ്യങ്ങൾ, ചില റെസ്റ്റോറന്റുകൾ ചെയ്യുന്ന പരസ്യങ്ങൾ, ചില അങ്ങനെ ചില കാറ്ററിംഗ് വലിയ വലിയ കമ്പനികൾ എന്ത് ചെയ്യും, ചില സാൻഡ്വിച്ചുകളുടെ പരസ്യം വലത്തെ കൈ ഇടത്തെ കൈ, ഒരു കൈ കൊണ്ട് കഴിക്കുക, ഒരു കൈ കൊണ്ട് കുടിക്കുക. അങ്ങനെ ഇടത്തെ കൈ കൊണ്ട് കുടിപ്പിക്കുന്ന ഒരു ശീലം നമ്മുടെ പരസ്യങ്ങളിൽ കാണാൻ കഴിയും. അത് വലിയൊരു അപകടമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് സുന്നത്ത് ജീവിതത്തിൽ നഷ്ടപ്പെടാൻ കാരണം മുത്തുനബി തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞു. നിന്നുകൊണ്ട് കുടിക്കരുത് എന്ന് നബി തങ്ങൾ നിരോധിച്ചു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ നബി തങ്ങൾക്ക് അത് ഇഷ്ടമല്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? നബി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുന്നു എന്നിരിക്കട്ടെ, നമ്മുടെ വീടുകളിൽ ആളുകൾ നടന്നും നിന്നും തിന്നുന്നതും കുടിക്കുന്നതും കാണുമ്പോ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ലോകത്തിന്റെ ഗുരുവിന് അത് ഇഷ്ടപ്പെടുമോ? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യശ്റബ അർ-റജുലു ഖായിമാ. ഹബീബിന്റെ ഹദീസ് ഉണ്ടായിരിക്കെ നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത് മോശമാണ്. മുത്തുനബി നമ്മുടെ വീട്ടിൽ കയറുമോ? തങ്ങൾ ഇഷ്ടപ്പെടുമോ? നമ്മുടെ വീടുകളിൽ നന്മകളയട്ടെ, ചെറിയ ചെറിയ സുന്നത്തുകൾ വരെ പാലിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വീടുകളിൽ നന്മ വരാനുള്ള വലിയൊരു മാതൃക, വലിയൊരു കാര്യം നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് സ്വാലിഹീങ്ങളെ കൊണ്ടുവരണം. നല്ല ആളുകളെ വീട്ടിലേക്ക് വിളിക്കണം. എന്തിനെ? ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അതൊരു നന്മയാണ്. എങ്ങനെ ഒരു ഉസ്താദ്, ഒരു ആലിം, ഒരു മുദരിസ്, ഒരു ഖതീബ് ഉസ്താദ്, ഒരു സയ്യിദ്, അല്ലാഹുവിന്റെ വലിയ നമ്മൾ വിചാരിക്കുന്ന ആളുകൾ വീട്ടിലേക്ക് വരണം. അങ്ങനെ ആഗ്രഹിച്ചാൽ നടക്കും. അതൊരു വലിയ സംഭവമാണ്. ആഗ്രഹമുണ്ടോ കൽബിന്റെ ഉള്ളിൽ? എങ്ങനെയെങ്കിലും വരും. വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലെങ്കിൽ വന്നാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ വരൂല. നമ്മുടെ മനസ്സിലൊന്ന് ആഗ്രഹിക്കുക. എന്തുകൊണ്ടെന്നാൽ സ്വാലിഹീങ്ങളുടെ ദുആയിൽ നമുക്ക് പങ്കുചേരാം. നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത് കാണാമല്ലോ. റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ. അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ. അംബിയാഇന്റെ ദുആയാണത്. വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. കഴിഞ്ഞോ? ഇല്ല. വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ, എന്റെ വീട്ടിൽ കടന്നു വന്ന മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. എന്റെ വീട്ടിൽ കയറി വന്ന ആളുകൾ, വീട്ടുകാരുടെ ദുആയിൽ അവർ കിട്ടും.
സ്വാലിഹീങ്ങളുടെ ദുആയിൽ അവർ പങ്കുകാരാകും. എന്റെ വീട്ടിൽ വന്നവർക്ക് നീ പുറത്തു കൊടുക്കണമേ, എന്റെ വീട്ടിൽ കടന്ന മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ എന്ന ദുആ, വീട്ടുകാരന്റെ ദുആ. സ്വാലിഹീങ്ങളെ കടത്തിക്കൊണ്ടുവന്നാൽ സ്വാലിഹീങ്ങൾ ചെയ്യുന്ന ദുആയിൽ വീട്ടുകാർ ഉൾപ്പെട്ടു. വീട്ടിലേക്ക് വരുന്നവർക്ക് ഒരു ദുആ. നമ്മളൊക്കെ ശിർക്കാണ്, കുഫറാണ്, വീട്ടിൽ നിന്ന് വരക്കാൻ പറ്റൂല. നിക്കാഹിന്റെ സദസ്സോടൊന്നും ദ്വാരന്ന് ആമീൻ പറയേണ്ട, കൈ താത്തി വെച്ചാൽ മതി. പുതിയാപ്പിള ഇറങ്ങുമ്പോൾ ദ്വാരക്കണേ, ശിർക്കല്ലേ. വീട്ടിൽ ദ്വാരക്ക, വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്റെ വീട്ടിൽ വന്നവർക്ക് നന്മ ചെയ്യണേ, ദുആ ചെയ്തു കൊടുക്കുക. ഒരു വീട്ടിലേക്ക് നബി തങ്ങളെ വിളിച്ചാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചൊല്ലുകയും ഫസല്ലാ റകഅതൈനി, ആ വീട്ടുകാർക്ക് വേണ്ടി 2 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചു കൊടുക്കുകയും സുമ്മ ദഅാലഹും, എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും. റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധുമാരൊക്കെ വീട്ടിലേക്ക് വന്ന് അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തവർ ദുആ ചെയ്യും. അല്ലാഹുവേ, ഈ വീട്ടുകാർക്ക് നിഅമത്ത് ചെയ്യണേ. അല്ലാഹുമ്മ ഫ്തഹ് അബ്വാബ റഹ്മതിക വഫദ്ലിക അലൈഹിം അഹ്ലൽ ബൈത്ത് അകല തുആമകുമുൽ അബ്റാർ. നിങ്ങളുടെ ഭക്ഷണം നല്ല മനുഷ്യന്മാർ തിന്നാൻ ഇടവരട്ടെ. സ്വല്ലത്ത് അലൈക്കുമുൽ മലായിക, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന വീട്ടുകാരെ നിങ്ങൾക്ക് മലായികത്തുകൾ ദുആ ചെയ്യട്ടെ. വഅഫ്തറ ഇൻദകുമുസ് സായിമൂൻ, നോമ്പ് നോറ്റ ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കാനുള്ള ഇഫ്താറിന്റെ തൗഫീഖും അല്ലാഹു നിങ്ങൾക്ക് തരട്ടെ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും ശിർക്കും കുഫറും നല്ല മുഅ്മിനേ, നമ്മൾ ഇങ്ങനെ പോയ പിന്നെ എന്താ ഉണ്ടാവുക, ബാക്കി ഉണ്ടാവുക. എവിടെ ദ്വാരന്നാലേ അവിടെ ദ്വാരുന്നതിന് വലിയ തെളിവുണ്ടോ എന്ന് ചോദിക്കാം. കല്യാണത്തിന് ദ്വാരക്കണ്ടെന്നില്ല അങ്ങോട്ടും ചോദിക്കാറ്. ആമീൻ പറയാണ്ടിരിക്കാൻ, ആലിമീങ്ങൾ ആമീൻ പറയുമ്പോൾ കൈ ഉയർത്താതെ ഇരിക്കാൻ എന്തോ ജാതി മാറിയ പോലെ. ഞാൻ ആമീൻ പറഞ്ഞത് ദ്വാരം സ്വീകരിച്ചു പോയാലോ എന്ന് പേടിയൊന്നും ചിന്തിക്കല്ലേ. ആരാണ് നിങ്ങളെ പറ്റിച്ചത്? ഒരുപാട് നന്മകൾ ഇല്ലാതെയായി ഒരു യാത്ര പോകുന്ന മനുഷ്യൻ ദ്വാരപ്പിക്കുന്ന ശീലുണ്ടായിരുന്നു. യാത്ര പോകുമ്പോ വീട്ടിൽ ആരെങ്കിലും ഉസ്താദുമാരോ നല്ല മനുഷ്യന്മാരെയോ കൊണ്ടുവന്ന് ദ്വാരപ്പിക്കുക. യാത്ര പോകലൊരു മനുഷ്യർക്ക് ഖൈറില്ലേ. നബി ഞങ്ങൾ ദുആരപ്പിക്കാൻ കൊണ്ടുപോകുന്നു. ഹബീബ് ദുആ ചെയ്തു കൊടുക്കുന്നു വീട്ടുകാർക്ക് വേണ്ടി. ഭക്ഷണം കഴിച്ച ആരെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം തന്നാൽ നന്ദിയോടുകൂടെ ദുആ ചെയ്തു കൊടുക്കുക. ആ വീട്ടുകാർക്ക് ദുആ ചെയ്യണം. അതുമാത്രമല്ല, വീട്ടുകാർ ദുആ ചെയ്യുമ്പോ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും എന്റെ വീട്ടിൽ കയറിയിറങ്ങിപ്പോയ, എന്റെ വീട്ടിൽ വന്നിറങ്ങിപ്പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കണേ. ഇത് ഖുർആൻ പഠിപ്പിച്ച ദുആയാണ്. ആ പ്രാർത്ഥന കിട്ടണം, നമ്മൾ കൊടുക്കണം, ആളുകൾ നമുക്ക് തരണം. ഈമാനികമായ ബന്ധങ്ങളാണ്, ചെറിയ കാര്യങ്ങളാണ്. നല്ല പ്രയാസമുണ്ടോ? മുഅ്മിനീങ്ങളെ വിളിച്ചു അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കുക. അവസാനത്തെ റൗണ്ടാണ്, ഇനി എഴുന്നേൽപ്പിക്കൂല. ഞാൻ ഇൻഷാ അല്ലാഹ് ഇറങ്ങുന്നുണ്ട് അല്ലേ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആ പച്ച കുബ്ബയെ മനസ്സിൽ ഇങ്ങനെ കണ്ട് അവിടെ കിടന്നുറങ്ങുന്ന ഹബീബായ റസൂലുള്ളാഹ്. ഹബീബ് ഇത് കേൾക്കുകയാണ്. അവിടത്തേക്ക് കേൾപ്പിക്കാൻ മലക്കുകൾ പഴമള്ളൂരിന്റെ ഈ മൈതാനിയിൽ നിന്ന് ഹറം എന്ന മദീനയുടെ ഹറമിലേക്ക് ഓടുകയാണ്. അല്ലാഹുവേ, ഓരോരുത്തരുടെ സ്വലാത്ത് നബിയെ അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു ഇൽമിന്റെ മജ്ലിസിൽ. ഇന്ന ആൾ, ഓരോ ആണിന്റെയും പെണ്ണിന്റെയും സ്വലാത്തുകൾ ഹബീബിന് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നു. അതിനുവേണ്ടി മാത്രം ചില മലക്കുകൾ അല്ലാഹു നിയോഗിച്ചു. എന്റെ മരണശേഷവും എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നതും എന്നോട് സലാം പറയുന്നതും എനിക്ക് അല്ലാഹു എത്തിച്ചു തരും എന്ന് റസൂലുള്ളാഹി. അങ്ങനെ മനസ്സിൽ തന്നെ വിചാരിച്ചുകൊണ്ട് സ്വല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم ارزقنا في الدنيا زيارته في الآخرة شفاعته واحشرنا تحت ظل لوائه المعقود وأدخلنا الجنة مع الأبرار يا عزيز يا غفار الله نمك حبيب شفاعة ترتي അജിബ്തു ലിൽ മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് എനിക്ക് അത്ഭുതമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ ഇന്നല്ലാഹ ലം യഖ്ദി ലഹു ഖദാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ് ശരിക്കും മനസ്സിലാക്കണം മുഅ്മിനായ മനുഷ്യന് എന്ത് സംഭവിച്ചാലും ആ ഖദാ അവർക്ക് ഖൈറാണ് ജോലി കിട്ടിയാലും ഖൈറാണ് ജോലി പോയാലും വീട് പണി തുടങ്ങിയാലും ഖൈറാണ് തുടങ്ങിയില്ലെങ്കിലും ഖൈറാണ് കട ഉണ്ടെങ്കിലും ഖൈറാണ് കട ഇല്ലെങ്കിലും ഖൈറാണ് അല്ലാഹുവിന്റെ ഖദാ കുട്ടികൾ ഉണ്ടാവാൻ കുട്ടികൾ ഉണ്ടായില്ല ഖൈറാണ് കുട്ടികൾ ഉണ്ടായി ഖൈറാണ് എന്തും അല്ലാഹു ചെയ്യുന്നത് മുഅ്മിനിന്റെ ഖൈറാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഖൈറില്ലാത്തവരാണെന്ന് വിചാരിക്കരുത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോ ആകട്ടെ ഒരുപാട് വിഷമങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് ഖൈറാണ് ഇല്ലേ അത് നിങ്ങൾക്ക് ഒരു അദാബാണ് പരീക്ഷണമാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ വീക്ഷിക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ പറയുകയാണ് അജിബ്തു ലിൽ മുഅ്മിനായ മനുഷ്യന്റെ കാര്യം ഞാൻ അത്ഭുതപ്പെട്ട് പറയട്ടെ ഇന്നല്ലാഹ ലം യഖ്ദി ലഹു ഖദാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ് അല്ലാഹു എന്തവർക്ക് വിധിച്ചാലും ആ വിധി മുഴുവൻ അവർക്ക് ഖൈറാണ് അജബൻ ലിഅംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ വളരെ പ്രസിദ്ധമായ ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിലെ മുഅ്മിനായ മനുഷ്യന്റെ കാര്യം മുഴുവൻ അത്ഭുതമല്ലേ എല്ലാം അത്ഭുതം എല്ലാം അവർക്ക് നന്മയാണ് ഇന്ന സ്വാബതു സറാഉ ശകറ സന്തോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയും അൽഹംദുലില്ലാഹ് ഫകാന ഖൈറൻ ലഹ് അതവർക്ക് ഖൈറാണല്ലോ ഇന്ന സ്വാബതു ദറാഉ സബർ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ക്ഷമിക്കും ഫകാന ഖൈറൻ ലഹ് അതും അവർക്ക് ഖൈറാണല്ലോ ഇത് രണ്ടുമല്ലാതെ എന്താണ് മനുഷ്യ ജീവിതത്തിലുള്ളത് ഒന്നുകിൽ സന്തോഷം അല്ലെങ്കിൽ ദുഃഖം ദുഃഖമുള്ളപ്പോൾ ക്ഷമിക്കുന്നു സന്തോഷമുള്ളപ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നു ഇത് രണ്ട് ചെയ്യുമ്പോഴും ഖൈറാണ് അതുകൊണ്ട് മുഅ്മിനിന്റെ ജീവിതം മുഴുവനും ഖൈറാണ് അല്ലാഹു നമുക്ക് ഖൈറാക്കി തരട്ടെ അല്ലാഹുവിലേക്ക് എത്രത്തോളം നമ്മൾ അടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് വരുന്ന ഖദാഉകളിൽ ഖൈർ വർദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളെ ഉൾപ്പെടുത്തി തരട്ടെ പ്രവർത്തകന്മാർ പറ്റുമായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ നല്ലൊരു സഹായം നമ്മുടെ പരിപാടിയിലേക്ക് അല്ലാഹു തആല സ്വീകരിക്കട്ടെ പടച്ചോൻ കബൂലാക്കട്ടെ ഒരു 3 സ്വലാത്ത് ചൊല്ലിയിരുന്നാലും ഒരു അരമണിക്കൂർ കൂടെ നിർത്താം ഇൻഷാ അല്ലാഹ് സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه സലക്കൊന്ന് സീറ്റ് അപ്പുറം മാറിയിരുന്നാലേ ഒരു ഉന്മേഷം ഉണ്ടാവും സലകളി കളിക്കാനല്ല സല വലിക്കരുത് സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഇതുവരെ ഇരുന്നോടുന്ന അപ്പുറത്ത് മാറിയിരുന്ന ഒരു ഉന്മേഷം പെണ്ണുങ്ങൾ ആ ഒരു നീക്കി കൊടുക്കാൻ സമ്മതിക്കില്ല എന്നാ തോന്നുന്നത് ഒന്ന് എണീറ്റ് സ്വലാത്ത് ചൊല്ലിക്കോളി പെണ്ണുങ്ങളെ ആണുങ്ങളെ എല്ലാവർക്കും പറ്റും ഇൻഷാ അല്ലാഹ് ഒരു ഉന്മേഷം കിട്ടിക്കോട്ടെ صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه
إلهي إن قلبي غير صاحي على الحالات من سكر الجناح ظننت الشيب يصلحني فهذا مشي بي أين آثار الصلاح إلهي الله إن قلبي غير صاحي എന്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ റബ്ബേ, എന്റെ ഹൃദയം ഉണർന്നിട്ടില്ല, ഒരു ഉറക്കത്തിലാണ്. ആൾക്കാരുണ്ടാവട്ടോ, അധികപൂർവ്വം ആളുകൾ ഉറക്കത്തിലാണ്, കാര്യമറിഞ്ഞിട്ടില്ല. ഏതോ ഒരു ലോകത്തിൽ ഇങ്ങനെ മാസ്മരിക ലോകത്തിൽ ഇങ്ങനെ വിരാജിക്കുകയാണ്. മരണത്തിന്റെ ദൂതുമായ അസ്റായീൽ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വരുമെന്ന് എന്ന തോന്നലോ ഒരു പ്രതീക്ഷ പോലും മനസ്സിലില്ലാതെയുള്ള ഒരു ജീവിതം. നമ്മളൊന്നും മരിക്കൂല, നാട്ടുകാർ മാത്രമേ മരിക്കുള്ളൂ, നമ്മളിൽ പെട്ടതല്ല. ഇലാഹി ഇന്ന ഖൽബി ഗൈറു സാഹി, പടച്ചവനെ എന്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ. അലൽ ഹാലാതി മിൻ സുക്രിൽ ജുനാഹി, അനന്തതയിലേക്ക് കണ്ണു നട്ട് കിടക്കുകയാണ്. ഒരുപാട് നേടണം, ഒരുപാട് ഉണ്ടാക്കണം എന്ന ചിന്തയിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. മരണം അടുത്തുണ്ട് എന്ന തോന്നലില്ലല്ലോ റബ്ബേ, എനിക്ക് ബോധം വന്നില്ലല്ലോ. ظننت الشيب يصلحني فهذا مشيبي أين آثار الصلاح. നരബാധിക്കുമ്പോൾ നന്നാകുമെന്നാണ് വിചാരിച്ചത്, നര വന്നാൽ നന്നാകുമെന്നാണ് വിചാരിച്ചത്. പടച്ചവനെ നരബാധിച്ചിരിക്കുന്നു, പക്ഷേ നന്മയുടെ അടയാളമൊന്നും ഇപ്പോഴും കാണുന്നില്ലല്ലോ. മുഴുവൻ സമയം യൂട്യൂബിൽ നിന്നിട്ട് സിനിമ കണ്ടിരിക്കുകയാണ്, മൊബൈൽ ഫോണില് 40 കഴിഞ്ഞ് 50 കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കോമഡി കണ്ടിരിക്കല പരിപാടി, അൺലിമിറ്റഡ് ഡാറ്റയാണ് മൊബൈൽ ഫോണിൽ. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ കഥ കണ്ട് സിനിമ കണ്ട് കോമഡി കണ്ട് ഇരിക്കുന്ന നേരത്തെങ്ങാനും മലക്കുൽ മൗത്ത് തോണ്ടി വിളിക്കാൻ പോലും നേരല്ല. പോരെ മോനെ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ എന്താണ് കയ്യിലുണ്ടാവുക? ഇത് പിടിച്ചിട്ട് ഒരു മനുഷ്യൻ നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് പുനർജന്മം നൽകപ്പെടുന്നത്. കള്ളുകുടിച്ച ആളുകൾ കള്ളുകുടിയന്മാരായി മത്ത് പിടിച്ചിട്ടാണ് പരലോകത്തേക്ക് വരികയെന്ന് നിബിധങ്ങളുടെ ഹദീസിന്റെ അർത്ഥമാണ്. മോശപ്പെട്ടത് കാണുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി നിൽക്കുന്നിടത്ത് ഓരോരുത്തരുടെ കൈകളിൽ നിന്ന് ഡിവൈസുകളുടെ പാട്ടും കൂത്താട്ടവും കേട്ടു തുടങ്ങും. നോക്കുമ്പോൾ മരിച്ചു കിടന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചെയ്ത പണികളാണ്. എങ്ങനെയാണോ മരണപ്പെട്ടത് അങ്ങനെയാണ് അവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത്. സ്വാലിഹീങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് മാറി നിന്നോളൂ. തെറ്റ് ചെയ്ത ആളുകളെ, തിന്മയെ സ്നേഹിച്ചവരെ, പിശാചിന്റെ പിന്നാലെ നടന്നവരെ, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്ന്. തിന്മ ചെയ്ത ആളുകളെ, കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കണേ എന്ന് അല്ലാഹു പറയുന്നൊരു ദിവസം പടച്ച തമ്പുരാനിലേക്ക് മടങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അരിനി ദുനിയാ കമാ റൈതഹാ അസ്സാലിഹീന മിൻ ഇബാദിക്. അല്ലാഹുവേ, നിന്റെ സജ്ജനങ്ങൾക്ക് നീ ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് നീ കാണിച്ചു തരണമേ. സ്വാലിഹീങ്ങൾ എങ്ങനെയാണോ ദുനിയാവിനെ വീക്ഷിച്ചത്, അവരെത്രയാണോ ദുനിയാവിന് വില കൊടുത്തത്, അത്രേ റബ്ബേ ദുനിയാവിന് വില നൽകാൻ പാടുള്ളൂ. നമ്മുടെ വാഹനമാവട്ടെ, നമ്മുടെ വീടുകളാവട്ടെ, നമ്മുടെ മൊബൈൽ ഫോണുകളാവട്ടെ, നമ്മുടെ വാച്ചാവട്ടെ, നമ്മുടെ ചെരുപ്പാവട്ടെ, വസ്ത്രമാവട്ടെ, പാൻസ് ആവട്ടെ, നമ്മൾ ധരിക്കുന്നത് എന്തോ ആകട്ടെ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ ഏർപ്പാടുകൾ, നമ്മുടെ സ്ഥാനമാനങ്ങൾ എന്തായിരുന്നാലും ആഖിറത്തിലേക്ക് നോക്കിയാൽ ഇത് നിസ്സാരമാണ് എന്ന് കണ്ണുകൊണ്ട് നോക്കി കാണാൻ കഴിയുന്നത് സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണ്. സ്വാലിഹീങ്ങൾ അങ്ങനെയാകാം. അതിന് ഉദാഹരണം നമ്മൾ അബുദാബി ക്ലാസ് പറഞ്ഞു. തൗഫീഖ് ചെയ്യട്ടെ. മിഞ്ഞാന്നല്ലേ യാത്ര? വ്യാഴാഴ്ച അബുദാബിന്ന് യാത്രയൊക്കെ മാഷാ അല്ലാഹ് നമ്മുടെ ഹാജിമാർ എയർപോർട്ടിലുണ്ടായിരുന്നു. കുറെ ആൾക്കാർ എയർപോർട്ടിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കണ്ടു. മാഷാ അല്ലാഹ്.
ഉസ്താദിന്റെ കൂടെ ഹസൻ ഉസ്താദിന്റെ കൂടെ ഒരുപാട് ഹാജിമാർ പോയി ദുബൈയിൽ നിന്ന് അല്ലാഹുവിന്റെ അവരുടെ യാത്ര എളുപ്പാക്കി കൊടുക്കട്ടെ, കബൂലാക്കി ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊരു ഉദാഹരണം പറഞ്ഞിരുന്നു അബുദാബിയിലെ ക്ലാസ്സിൽ കാറിന്റെ കഥ പറഞ്ഞ ദുനിയാവിന്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കണം. എനിക്ക് തോന്നുന്ന ഒരു പഴയ കാർ എല്ലാവരും വാഹനങ്ങളില്ലാത്ത വീടില്ല. അപ്പൊ പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പണ്ടൊക്കെ ഒരു കാറായ മതിയായിരുന്നു, 4 ടയറുണ്ടായ കാറിൽ വന്നു എന്നാ പറയുന്നത്. ഇന്നതല്ല, ഏത് കാറെന്ന് ചോദ്യം പിന്നെ ഏത് മോഡൽ പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാറിൽ വന്നാലേ കാറിലാണ് ഞങ്ങൾ പോയത്. ആ ചെറിയ മുട്ടക്കാറിലാണ് പോയിട്ടുണ്ടാവുക. പക്ഷേ അതിനൊരു സന്തോഷം എത്രയായിരുന്നു അല്ലേ? എത്ര ദൂരം വരെ പരിപാടിക്ക് അങ്ങോട്ട് പോവന്നെ 1800 യാത്ര പോവുക. ഇപ്പൊ ആരെങ്കിലും കാഞ്ഞങ്ങാട്ട് ലിഫ്റ്റരാന്ന് പറഞ്ഞാൽ കാര്യമില്ല എന്നാ പറയുന്നത്. അന്നൊക്കെ എന്ത് സന്തോഷമായിരുന്നു അല്ലേ? അന്ന് വലുതായിരുന്നു. പുതിയ പുതിയ മോഡൽ ഇങ്ങനെ ഇറങ്ങല്ലേ. ഉദാഹരണം പറഞ്ഞ ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു 95 മോഡൽ 2000 മോഡലോ കാർ 23 കൊല്ലത്തിൽ മഴക്കുണ്ടാവും ഇപ്പൊ അല്ലേ? ആ കാറിങ്ങ് നിൽക്കുമ്പോഴാണ് അളിയന് വന്നിട്ട് നിങ്ങളെ ബഹ്റൈനിലെ അബ്ദുള്ള സാഹിബ് ബഹ്റൈൻ ഈ പരിപാടിക്ക് വേണ്ടി ഉസ്താദിന് ഭക്ഷണം കൊടുക്കാനെന്ന് പറഞ്ഞു. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഞങ്ങളെങ്ങാനും ഭക്ഷണത്തിന് എത്തിയിട്ടില്ലെങ്കിൽ ഒരു കരാട്ട കാണുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. അൽഹംദുലില്ലാ, ഭയങ്കര ക്ഷമയാണ്. നല്ല സ്നേഹത്തോടുകൂടെ സ്വീകരിച്ച വീട്ടുകാരും ജ്യേഷ്ഠനുജന്മാരും ഉപ്പയും മക്കളൊക്കെ ഭയങ്കരമായ ഭക്ഷണവും അല്ലാഹു അവർക്ക് ഖൈറായി പ്രതിഫലം നൽകട്ടെ. കരാട്ടാണെന്ന് പറഞ്ഞാണ് പേടിച്ചിരുന്നു. അപ്പോ അൽഹംദുലില്ലാ ഷാഫി ഭയങ്കര പേടിച്ചു. നേരെ വൈകി അടി കിട്ടുമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു കരാട്ടക്കാര് ഭയങ്കര ക്ഷമയായിരിക്കുന്നു. ഭയങ്കര ലാസ്റ്റ് ക്ഷമ കെട്ടാൻ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, അത് വേറെ വിഷയം. ലാസ്റ്റ് എൻഡ് വരെ അത് ശരിക്കൊരു സെൽഫ് ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന സാധനമാണ് അല്ലേ? നമ്മൾ അടിയെടുത്ത് പഠിക്കുന്നതാണ്. അതല്ല, ശരിക്കും നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന സംഗതിയാണ്. ഏതായിരുന്നു ഒരു ഓഫർ സാഹിബ് കുടുംബക്കാരനോട് പറയാം, നിങ്ങളുടെ പഴയ 2000 മോഡൽ 99 മോഡൽ കാർ ഞാൻ പുതിയ 2023 വാഹനം നിങ്ങൾ കൊണ്ടുവരാം. ഒരു ബ്രസ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വാഹനം, ഒരു ഗ്രാൻഡ് വിറ്റാറ വണ്ടി ഇറങ്ങി കൂട്ടുകാരൻ അൽഹംദുലില്ലാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു പുതിയ വാഹനം, ഒരു പുതിയ മോഡൽ കൊണ്ടുവരാം. അപ്പൊ പഴയ വണ്ടി ശരിക്കും തോന്നി തുടച്ച് കൊണ്ടുവരുന്ന മനുഷ്യന്റെ അടുത്ത് കൈ കൊണ്ടുപോകുന്നുണ്ട്. പുതിയത് കൊണ്ടുപോയി കൊടുത്താൽ മക്കള് ഭാര്യയും പഴയതിൽ കയറൂല. അപ്പൊ പിന്നെ ഈ പുതിയ വാഹനത്തോടായി പിന്നെ അപ്പൊ അത് വൃത്തിയിൽ വെയിൽ കൊള്ളാതെ പൊടി പിടിക്കാതെ സ്ക്രാച്ച് ഇല്ലാതെ അതിനെന്തെങ്കിലും വേദന വന്നപ്പോഴത്തേക്ക് പനി പിടിച്ച പോലെ ആയിരിക്കും. വണ്ടിക്ക് ഒരു സ്ക്രാച്ച് വന്നാൽ അങ്ങനെ കൊണ്ടുവരുന്ന മനുഷ്യന്മാരെ ഇതൊന്നും ചെയ്യരുതെന്ന് പറയാൻ മനസ്സിലേക്ക് കൊടുക്കരുത്. നിങ്ങൾക്കൊരു പുതിയ വാഹനം കിട്ടിയാൽ ആ പഴയ വാഹനം പിന്നെ കാർ പോർച്ചിൽ പൊടിപ്പിച്ചില്ലേ, പിന്നെ എന്നും തുടച്ചുകൊണ്ടിരുന്ന ആ വണ്ടി പഴയ വണ്ടി പിന്നെ അത് മാസത്തിൽ ഒരിക്കൽ കഴുകാൻ തുടങ്ങും. പിന്നെ അതും വിടും. 2 മാസം കഴിയുമ്പോൾ പൊട്ടിപ്പിടിച്ച് അപ്പൊ ആരോ പറയും, എന്തിനാ അത് വെച്ചുകൊണ്ടിരുന്നത്, കൊടുത്ത് ഒഴിവാക്കിക്കൂടെ, എന്തെങ്കിലും കിട്ടണതായില്ലേ എന്ന് പറഞ്ഞ പഴയ വാഹനം നിങ്ങൾ ഒരു മൈൻഡില്ലാതെ വിടും. കിട്ടിയ പൈസ അല്ലേ? അത് കൊടുത്തത് എപ്പോഴാണെന്നറിയോ? പുതിയത് കയ്യിൽ കിട്ടിയ ഈ പഴയ വാഹനത്തോട് നിങ്ങൾക്കുണ്ടായ മനസ്സിലെ ബന്ധം എത്രയാണോ, പുതിയത് കിട്ടിയപ്പം പഴയതിനോടുള്ള ബന്ധം, ആ ബന്ധമാണ് ദുന്യാവും പൈസയുമായി നമുക്കുണ്ടാവേണ്ടത്. ദുന്യാവും നമ്മുടെ ബിസിനസ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ വീട്, നമ്മുടെ ചുറ്റുപാട്, അതിനെ വല്ലാണ്ട് കൽബിലേക്ക് കൊണ്ടു നടക്കരുത്. പൊടി പിടിച്ചോട്ടെ കുഴപ്പമില്ല എന്ന് പറയില്ല എന്ന പോലത്തെ ഒരു വിലയെ കൽബിലേക്ക് കൊടുക്കേണ്ടത് അല്ലാഹുവിനെയും റസൂലിനെയും